പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. എന്താണ് ഈസ്റ്ററിന്റെ ഏറ്റവും വലിയ സന്ദേശം? എന്താണ് ഈസ്റ്റർ ലോകത്തിൽ വരുത്തിയ മാറ്റം? അതിന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം തേടാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ ലോകം കേട്ട ഏറ്റവും വലിയ സന്ദേശം എന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് പവർഫുൾ മെസ്സേജ് ദ വേൾഡ് ഹാസ് എവർ ഹേർഡ്? രണ്ടാമത്, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹത്വമേറിയ രൂപം ഏതാണ്? ഇത് രണ്ടിനും ഒരു ഉത്തരമാണുള്ളത്. ഈ ലോകം കേട്ട ഏറ്റവും വലിയ മെസ്സേജ് ഉയർപ്പ് എന്നുള്ളതാണ്. ഈ ലോകം കണ്ട ഏറ്റവും ശക്തിയേറിയ രൂപം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ രൂപമാണ്. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ദിസ് ഈസ് ദ മോസ്റ്റ് മോട്ടിവേഷണൽ മെസ്സേജ് ദ വേൾഡ് ഹാസ് എവർ ഹാഡ്. ഈ ലോകത്തിന് ഇതിനപ്പുറത്തേക്ക് ഒരു പ്രത്യാശാഭരിതമായ ഒരു സന്ദേശം കേൾക്കാനില്ല. എല്ലാ സഹനങ്ങൾക്കും അറുതി ഉണ്ടാകും. എല്ലാ സങ്കടങ്ങളും ഒരിക്കൽ തീരും. എല്ലാ ബലഹീനതകളുടെയും മേൽ നീ വിജയം പ്രാപിക്കും. ദെയർ ഈസ് എ തേർഡ് ഡേ. ഒരു മൂന്നാം ദിവസമുണ്ട്, നിശ്ചയമായും നീ ജയിക്കും എന്നുള്ള അപാരമായ സന്ദേശമാണ് ഈസ്റ്റർ ഉയർപ്പ് നൽകുന്നത്. മനുഷ്യരാശിക്ക് വിശുദ്ധ ബൈബിൾ നൽകിയ ഏറ്റവും വലിയ സംഭാവന ഈ ഉയർപ്പാണ്. ഉയർപ്പിൽ പ്രത്യാശ ഒടുങ്ങാത്ത പ്രത്യാശയാണ്. ആ പ്രത്യാശയാണ് മനുഷ്യനെ ആത്മഹത്യകളിൽ നിന്ന് പോലും രക്ഷിക്കുന്നത്. പരീക്ഷയിൽ പല പ്രാവശ്യം എഴുതി തോറ്റുപോയ ഒരുത്തന് ഇനിയും ശ്രമിക്കുക, അടുത്ത ക്ഷണത്തിൽ സത്യമായും ഒരു വിജയം നിനക്കുണ്ടാകും എന്നുള്ള അപാരമായ പ്രത്യാശ മനസ്സിൽ നിറയ്ക്കുന്ന മെസ്സേജാണ് ഉയർപ്പ്. പരീക്ഷണശാലയിൽ പല പ്രാവശ്യം പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ട ഒരുത്തൻ ഇനിയും ഒന്നുകൂടെ എന്നുള്ളൊരു ചിന്ത നിറയ്ക്കുന്ന മെസ്സേജാണ് ഈസ്റ്റർ എന്നുള്ളത് നമ്മൾ ഓർക്കുക. പല പ്രാവശ്യം കടലിൽ വലയെറിഞ്ഞിട്ട് മത്സ്യം കിട്ടാത്ത ഒരുത്തന് ഇനിയും ഒന്നുകൂടെ എന്ന് എന്ന് പ്രേരിപ്പിക്കുന്ന, നമുക്കറിയാമല്ലോ ഏണസ്റ്റ് ഹെമിംഗ്വേയിലെ സാന്റിയാഗോ എന്ന് പറയുന്ന ആ മുക്കുവന്റെ കഥ എത്ര മനോഹരമാണ്. അവസാനം കുറേ നാളുകൾക്ക് അലഞ്ഞതിന് ശേഷം മത്സ്യവുമായിട്ട് തിരിച്ചു വരുമ്പോൾ അത് സ്രാവ് ഭക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആ കടലിനെ നോക്കി സാന്റിയാഗോ എന്ന് പറയുന്ന ഈ വൃദ്ധൻ പറയുന്നുണ്ടല്ലോ, യു കനോട്ട് ഡിഫീറ്റ് മീ, തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള അപാരമായ പ്രത്യാശ. നോക്കൂ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഇടയ്ക്കാണല്ലോ നമ്മൾ കണ്ടത് ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ, ക്രൈസ്തവ വിശ്വാസി, അവളുടെ അപ്പൻ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ബോംബെ ക്രിക്കറ്റ് കൗൺസിലിൽ നിന്ന് പോലും പുറത്താക്കിയതാണ്. എത്രയോ ആരോപണങ്ങൾ അതിനെതിരെ വന്നു. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടീം ഓസ്ട്രേലിയക്കെതിരെ 127 റൺസ് നേടി നോട്ട് ഔട്ടാക്കി ഇന്ത്യയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച ജമീമ റോഡ്രിഗസ്. ഇതൊക്കെ യാദൃച്ഛികതയാണെന്ന് പോലും നമുക്ക് കരുതാൻ പറ്റാതെ പോകുന്നു. അതിനുശേഷം ജമീമ പറഞ്ഞില്ലേ, നീ ശാന്തയായി നിൽക്കുക, നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, സങ്കീർത്തനം ഉദ്ധരിച്ചില്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെയല്ലേ പിന്നെ നമ്മൾ കാണുന്നത്. സഞ്ജു സാംസണെ എത്ര പ്രാവശ്യം തഴഞ്ഞു, എത്ര പ്രാവശ്യം. അവസാനം സെമിയിലും ഫൈനലിലും എല്ലാം വലിയ മികവ് പുലർത്തി. ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒക്കെ വെക്കുന്ന ആ സഞ്ജു സാംസൺ തകർച്ചകളിൽ തളരാതെ, ആ മോഹഭംഗം വരാതെ, നിരാശനാകാതെ ധൈര്യമായിട്ട് സഹിച്ചു നിൽക്കൂ, ഒരു നാൾ വരും നിശ്ചയമായും എന്നുള്ളതാണ് ഈ മെസ്സേജ്. അതാണല്ലോ അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വിഖ്യാതമായ പ്രസംഗമുണ്ടല്ലോ. ഒരുപക്ഷെ ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പ്രസംഗങ്ങളിലൊന്ന്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്ന പെന്തക്കോസ്റ്റൽ പാസ്റ്റർ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് നമ്മൾ കാണും. ഐ ഹാവ് എ ഡ്രീം, ഒരു കാലമുണ്ടാകും ഈ ജനാധിപത്യത്തിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ ഉന്നതിയിൽ പ്രാപിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും. എൻ്റെ കറുത്ത നിറമുള്ള കുഞ്ഞുങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് വെളുത്ത വർഗക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാലമുണ്ടാകും. അവരുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്വഭാവ മഹിമ കൊണ്ട് അവർ വിധി ചെയ്യപ്പെടുന്ന ഒരു കാലമുണ്ടാകും എന്നുള്ളത്. പിന്നീട് അമേരിക്കയുടെ തന്നെ കരുത്തനായിട്ടുള്ള പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി സമ്പൂർണ്ണ വർണ്ണവിവേചനം നടപ്പിലാക്കുന്നത് നമ്മൾ കാണുന്നു. എന്നേക്കുമായി വർണ്ണവിവേചനം അവസാനിപ്പിക്കും. ഇങ്ങനെ
എത്രയോ ചരിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊന്നുകൂടെയുണ്ട്. ഈസ്റ്റർ ദിനത്തിൽ ചെല്ലുമ്പോൾ, ഈ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ ഈ സ്ത്രീകളും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് ഈ കല്ല് ആര് നമ്മൾ എടുത്തു മാറ്റുമെന്നുള്ളതാണ്. എന്താണ് ആ കല്ല്? ആ കല്ല് യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തിൻ്റെ മേൽ വയ്ക്കപ്പെട്ട ഒരു കല്ലാണ്. നിസ്സഹായരും നിരാലംബരുമായിട്ടുള്ള മനുഷ്യരുടെ മേൽ വയ്ക്കപ്പെട്ട ഒരു കല്ലാണ്. അതുകൊണ്ട് ഈശോ പറയുന്നു, നിങ്ങൾ ഭാരമേറിയ നുകം മനുഷ്യരുടെ മേൽ വെച്ച് കൊടുത്തിട്ട് ചെറുവിരൽ കൊണ്ടുപോലും അവ നിങ്ങളതിനെ താങ്ങുന്നില്ലെന്ന്. ഈ വലിയ ഒരു ഭാരം അതെന്താണ്? അത് ഉച്ചനീചത്വത്തിൻ്റെ ഭാരമായിരുന്നു, അത് വർണ്ണവിവേചനങ്ങളുടെ ഭാരമായിരുന്നു, ലിംഗഭേദങ്ങളുടെ ഭാരമായിരുന്നു. എന്നെ പന്നിയോ സ്ത്രീയോ ആയി സൃഷ്ടിക്കാതിരുന്നതിന് നിനക്ക് നന്ദി പറയുന്നു എന്ന് യഹൂദർ പ്രാർത്ഥിച്ച സമയത്താണ് ഈശോ ആദ്യം ഒരു സ്ത്രീക്ക് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള മനുഷ്യ മഹത്വത്തെ തകർത്ത എല്ലാ ഭാരമുള്ള കല്ലുകളെയുമാണ് ഈസ്റ്റർ മാറ്റിമറിക്കുന്നത്. സമ്പൂർണ്ണ മനുഷ്യ മഹത്വത്തിലേക്ക്, മാനവികതയിലേക്ക് മനുഷ്യവംശത്തെ നയിക്കുന്ന തിരുനാളാണ്. അതാണ് ക്രൈസ്തവന്റെ ഏറ്റവും വലിയ തിരുനാൾ എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ. ഇവിടെ ആ കാലഘട്ടത്തിൽ തന്നെ ഈശോയുടെ ഉയിർപ്പ് അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത യഹൂദരായിട്ടുള്ള പടയാളികൾ ചെന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ, അവരോട് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത്. അതിന് അഗസ്തീനോസ് പുണ്യാളൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നത് ഇങ്ങനെയാണ്: ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ഉറങ്ങുകയാണല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇനി നിങ്ങളെ കണ്ടെങ്കിൽ എന്തുകൊണ്ട് തടഞ്ഞില്ല? യഹൂദരായ പടയാളികൾ തന്നെ ചരിത്രത്തിൽ ഒരേ ഒരു സംഭവം മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ, മരിച്ചുപോയ ഒരുവന്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുക. പുട്ടൻചേഷിയും പിന്നീട് പറയുന്നുണ്ട്, എല്ലാ കല്ലറകളുടെയും മുകളിൽ പേരെഴുതി വെക്കുന്നുണ്ട്. ആ അടക്കപ്പെട്ട ആളുടെ രേഖകളെല്ലാം എഴുതി, പക്ഷെ ഒരു കല്ലറയുടെ അടുത്ത് മാത്രം എഴുതി വെച്ചിട്ട് ഹീ ഈസ് നോട്ട് ഹിയർ, അടക്കപ്പെട്ടവൻ ഇവിടെ ഇല്ല എന്നെഴുതപ്പെട്ട ഒരു കല്ലറ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. എല്ലാ മനുഷ്യരാശിക്ക് അവൻ്റെ എല്ലാ പരാജയങ്ങളുടെയും ബലഹീനതകളുടെയും ഒക്കെ മേൽ, തളർച്ചകളുടെയും മേൽ വിജയമുണ്ടാകുമെന്ന് പറയുന്ന അപാരമായ ദ മോസ്റ്റ് മോട്ടിവേഷണൽ മെസ്സേജാണ്, ദ മോസ്റ്റ് ഇൻസ്പയറിംഗ് മെസ്സേജാണ് ഈസ്റ്റർ. അതിലപ്പുറത്തേക്ക് ഒരു മെസ്സേജ് ഇല്ല പ്രിയപ്പെട്ടവരെ. ലോകത്തിലറിയ ഡോസ്റ്റോവ്സ്കി ഉൾപ്പെടെയുള്ള എല്ലാ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അവരുടെ രചനകളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാക്കി ഈ ഉയർപ്പിനെ നിർത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന നോവലിൽ ഈ ഭാഗം വായിച്ചിട്ടാണ് ക്രിമിനലായിട്ടുള്ള റസ്കോൾനിക്കോവ് തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് പുറത്തു വന്നിട്ട് പുതുജീവനിലേക്ക് വരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പുതുജീവനിലേക്ക് നമ്മളെ ഈസ്റ്റർ നയിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസ. Subscribe now and press the bell icon. Never miss an update.